ചില ആൾക്കാർ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് നോക്കുക, തുമ്മൽ, ചുമ, ജോബോൺ അഥവാ താടിയെല്ല് മൂവ് ചെയ്യുക, കോട്ടുവായിടുക, ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ തലവേദന വരുന്നതായി പറയാറുണ്ട്. പരിശോധനയിൽ കഴുത്തിന്റെയോ തലയുടെയോ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ ഭാഗമായാണ് വേദന വരുന്നതെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ അവരെ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷെ പല ആളുകൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ തലവേദന വരുന്നതായി കാണാറുണ്ട്. നമ്മുടെ ഫേസിൽ ട്രൈജെമിനൽ എന്നൊരു നെർവ് ഉണ്ട്. ഇതിന് 3 ഡിവിഷൻസ് ആണ് ഉള്ളത്. ഈ ഒരു നെർവും അതിന്റെ ബ്രാഞ്ചസും കണ്ണ്, മൂക്ക്, ഓറൽ ക്യാവിറ്റി, ഫേഷ്യൽ മസിൽസ്, ഫേസിലെ സ്കിൻ, ഇങ്ങനെ പല ഭാഗങ്ങൾക്കും നെർവ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ട്രൈജെമിനൽ നെർവ് ഹൈപ്പർ എക്സൈറ്റബിൾ ആവുന്നത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. സോ സൈനസിൽ വരുന്ന ഇൻഫെക്ഷൻ, കണ്ണിന്റെ മസിൽസിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഫേഷ്യൽ മസിൽസിന്റെ ഡിഫക്റ്റ്, പല്ല്, ഗംസ് എന്നിവയിൽ വരുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കണ്ടീഷൻസിലൊക്കെ ട്രൈജെമിനൽ നെർവ് ഇറിറ്റേറ്റഡ് ആവുകയും ആ ഒരു സ്റ്റിമുലേഷൻ കൊണ്ട് മൈഗ്രെയിൻ വരാം. സ്മോക്കിംഗ്, മദ്യപാനം, അമിതമായ സ്ട്രെസ്, ശരിയായി ഉറങ്ങാതിരിക്കുക, റെസ്റ്റ് എടുക്കാതിരിക്കുക, ഇത്തരം സിറ്റുവേഷൻസിലും ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരാം. കൂടാതെ മുഖത്തിന് വരുന്ന ഇഞ്ചുറീസ്, സർജിക്കൽ കോംപ്ലിക്കേഷൻസ്, പല്ലിൽ അലൈനേഴ്സ്, ഡെഞ്ചേഴ്സ് എന്നിവ വെക്കുന്നവരിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. സോ ദീർഘകാലമായി ശക്തമായ തലവേദന വരുന്നുണ്ട്, പല മെഡിസിൻസ് കഴിച്ചിട്ടും അത് കുറയുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള അണ്ടർലൈങ് ഫാക്ടേഴ്സ് കണ്ടെത്തി അതിന്റെ റൂട്ട് കോസ് പരിഹരിക്കാനുള്ള ട്രീറ്റ്മെന്റ് സ്വീകരിക്കുക. മൈഗ്രെയിനിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.